ഹലോ ഫ്രണ്ട്സ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പള്ളിപ്പുറം മഞ്ഞുമത ബസിലിക്കയിൽ 517ാമത് തിരുനാളിൽ നിന്ന് കൊടിയിറക്കമാണ്. അതായത് ജൂലൈ 30 ആരംഭിക്കുന്ന തിരുനാൾ ഓഗസ്റ്റ് 15 വരെ, അതായത് ഒരു നീണ്ട ദിവസങ്ങളിലെ തിരുനാളാണ്. അപ്പോൾ ശരിക്കും പണ്ട് ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ഇത്ര ദിവസത്തെ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. ഇത്ര ദിവസമൊന്നും ഇങ്ങനെ ചോദിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മണ്ണാണ് കേട്ടോ പള്ളിപ്പുറം. ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം നേടിയ ഒരു പ്രദേശം എന്നും കൂടി പള്ളിപ്പുറം അറിയപ്പെടാറുണ്ട്. അപ്പോൾ പള്ളിപ്പുറത്തിൻ്റെ ചരിത്രം ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ബുക്കുകളിൽ നിന്നും അതുപോലെ തന്നെ പൂർവികരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്ത് ഒരു ആക്രമണം ഉണ്ടായി പള്ളിപ്പുറം നിവാസികൾക്ക് നേരെ. അപ്പോൾ അവർ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പള്ളി ഒരു മഞ്ഞുകൊണ്ട് മൂടി മാതാവ് സംരക്ഷിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താൻ ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തിരുനാൾ ഒരുവിധം എല്ലാ ദിവസവും എനിക്ക് പങ്കുകൊള്ളാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഇത്രയും ദിവസം ലീവ് കിട്ടിയില്ലല്ലോ. അപ്പോൾ 1-2 ദിവസം ഇങ്ങനെ കിട്ടണത് വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് അപ്പം തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വീട്ടിലേക്ക് വരും. ഇത്തവണ വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു. അവരിൽ ഒരുപാട് ചേഞ്ച്, അവരുടെ ജീവിത സ്റ്റൈൽ തന്നെ മാറിപ്പോയി. കാരണം എന്താ വെച്ചാൽ, അവർ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാകും, കുട്ടികളായിട്ടുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടി ഒരു റീയൂണിയൻ പോലെ, അതായത് പള്ളിപ്പുറം നിവാസികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയുടെയും കൂടി ഒരു അവസരമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പള്ളിപ്പുറത്ത് നിന്ന് പുറത്തു നിന്നായാലും ഒരുപാട് തീർത്ഥാടകർ വരാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര പള്ളിപ്പുറം ശരിക്കും അവരെയൊക്കെ ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കണം. അത്ര ജനസമൂഹമാണ്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടപ്പോൾ അതിലധികം തിരക്കുള്ളൊരു സമയം വ്ളോഗ് എടുത്ത് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് തിരുനാളിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ മാതാവിൻ്റെ രൂപം എടുത്ത് വയ്ക്കുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ദേവാലയത്തിന് ഒരുപാട് പ്രത്യക്ഷമുള്ളൊരു പള്ളി കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മത്സ്യബന്ധനമാണ്. കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഞ്ചി, പങ്കായം, വല അതുവരെ ഇവിടെ വിൽക്കാനായിട്ട് കച്ചവടക്കാർ കൊണ്ടുവരും. വഞ്ചിയൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച വഞ്ചി ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോയി അതിൽ മത്സ്യബന്ധനം പിടിക്കുന്ന അത് അവർക്കൊരു സന്തോഷം. അങ്ങനെ വരെ ഉള്ളൊരു സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരാത്തവരാണെങ്കിൽ വന്നിട്ട് കാണുക. ഈ പ്രാവശ്യം വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനായാലും വരാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു അവസരം കൂടിയാണ്. അപ്പോൾ പള്ളിപ്പുറം പള്ളിയിൽ വരുന്നവർക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയുണ്ട്. അതൊക്കെ സന്ദർശിച്ച് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ചെറായി ബീച്ച്, മുനമ്പം ബീച്ച്, കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരു ദിവസം വന്ന് കാണുക. അങ്ങനെ ഇത്തവണത്തെ തിരുനാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് സന്തോഷപൂർവ്വം വീട്ടിലേക്ക് മടങ്ങിയാണ്. ഇനിയും ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ.